നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിക്ക്. അപ്പം മാധുരി ദീക്ഷിതും തൃപ്തി ധിംറി, അരുണോദയ് സിംഗ്, രവി കിഷൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള പുതിയ സിനിമയാണ് മാ ബഹൻ. പടം നെറ്റ്ഫ്ലിക്സ് റിലീസാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ ആണ്. 2 മണിക്കൂർ 10 മിനിറ്റിന്റെ ഉള്ളിലാണ് പടത്തിന്റെ ദൈർഘ്യം. ഈ പടത്തിന്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ച ഒരു വിധവയായ സ്ത്രീ, ആൾക്ക് 2 പെൺമക്കളാണ്. ഈ അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് മരിച്ചുകൊണ്ട് തന്നെ ആൾക്കൊരു സഹായമില്ല. അപ്പൊ ഈ ഓപ്പോസിറ്റ് നെയ്ബർ ആയിട്ടുള്ള ഒരാള് ഇവരുടെ സ്ഥലം എങ്ങനെയും തട്ടിയെടുക്കാൻ നോക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഇവര് രക്ഷപ്പെടും, അയാളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് കാണിക്കുന്ന ഒരു ഒരു ചെറിയ സിനിമയാണത്, മാ ബഹൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പട പടം എന്താ പറയാ, നമുക്കിപ്പോ പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുള്ള ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അരി അടുപ്പത്തേക്ക് ഇട്ടു എന്നാ അരി വെന്തോ ഇല്ല. അപ്പൊ ഒരു വേവാത്ത അരി, ആ സെറ്റപ്പാണ് ഈ സിനിമ. ആക്ച്വലി ഫെമിനിസം ഭയങ്കര ചേനയാണ് ആനയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് ഈ കാണിക്കുന്നവര്. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തിട്ടു എന്നതാണ് എന്റെ സംശയം. കാരണം ഒരു കഥയ്ക്കും ഒരു സുഖമില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കാണുക. ഇവരിടയ്ക്ക് ട്രാപ്പായി പോകുന്നുണ്ട്. പക്ഷേ ആ ട്രാപ്പൊക്കെ വെറുതെ വേസ്റ്റ് സാധനം. വെറുതെ എന്താ പറയാ, ഒരു കഥ നമുക്ക് ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ ഒരു റാൻഡം സ്റ്റോറി പറയില്ലേ. എന്നാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകാം, എന്നാ ഇങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോയേക്കാം, അങ്ങോട്ട് പോകണോ, അങ്ങോട്ട് പോയേക്കാം. ആ ഒരു സ്ഥിരതയില്ലാത്ത സ്റ്റോറിയാണ് ആക്ച്വലി ഈ സിനിമയുടെ. നമുക്ക് എന്താ പറയാ, ഒരു നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ